ഗുഡ് മോർണിംഗ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഡയറക്ടർ, പ്രിൻസിപ്പൽ, അഭിമുഖ പുരോഹിതന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ സന്തോഷവും അഭിമാനവും കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ മക്കളുടെ അവരുടെ പരിശ്രമത്തിന് ഫലമായി നമ്മളെ കൂടി ആദരിക്കുന്ന ഒരു വേളയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഭാഷാ പുരസ്കാരം മുഖ്യമന്ത്രിയുടെ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ അഭിമാനം എനിക്ക് ഈ വേദി തരുന്നുണ്ട്. അത് ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചും അവരുടെ മക്കൾ കൂടുതൽ ഉന്നതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കും. അപ്പോൾ അത് വരുന്ന തലമുറയ്ക്ക് അടുത്ത ഫ്രഷേഴ്സിന് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിലേക്ക് നയിക്കുക, ഇരുട്ടിൽ നിന്ന് അവരെ ജ്ഞാനത്തിലേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്തമാണ്. ആ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ വെളിച്ചത്തിലൂടെ നടക്കുക എന്ന ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്കും അവരെ അതിന് നയിക്കുക എന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുമുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഫ്രഷേഴ്സിനോട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടുത്തെ നല്ല രീതിയിലുള്ള അധ്യാപനം എൻ്റെ മകളെ നന്നായിട്ട് പഠിക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അവൾ മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് അവൾക്ക് കണക്കിന് സ്വല്പം പുറകോട്ടായിരുന്നു. പക്ഷേ അതൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അവൾക്ക് നല്ല മാർക്ക് മേടിച്ച് ഇവിടുന്ന് പാസ്സാകാൻ കഴിഞ്ഞത് ഇവിടുത്തെ അധ്യാപകരുടെ കൂടെ നിൽക്കുന്ന അവരുടെ ആ സ്വഭാവം കൊണ്ടാണ്, അവരുടെ ആ അർപ്പണ മനോഭാവം കൊണ്ടാണ്. ഇപ്പോഴും നമ്മൾ പഴയ കാലത്ത്, ഞാനും ഒരു BEd ഒക്കെ പഠിച്ച ആളാണ്. അപ്പോൾ പഴയ കാലത്ത് ഒരു അധ്യാപന രീതിയല്ല ഇപ്പോഴും നമുക്ക് വേണ്ടത്. നമ്മൾ അവരെ ഗുരുവായിട്ട് നമ്മൾ ശാസിക്കുകയോ അല്ലെങ്കിൽ പണ്ട് വടിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന കാലമൊക്കെ മാറി നമ്മൾ അവരുടെ ഒപ്പം ചേർന്ന് നിന്ന്, അവരുടെ അച്ഛൻ സൂചിപ്പിച്ചു, നമ്മൾ അവരുടെ ഒപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ആ രീതിയിലുള്ള ഒരു കരുതൽ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ക്ലാസ് ടീച്ചറായിരുന്ന അങ്കിത മിസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവൾ അസുഖമായിട്ട് കിടന്ന ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് മഞ്ഞപ്പിത്തമൊക്കെ ബാധിച്ച് കുറേ കാലം സ്കൂളിൽ വരാതിരുന്ന സമയത്തൊക്കെ അവളുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും വീട്ടിലിരുന്ന് നന്നായി പഠിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ആ രീതിയിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് എല്ലാ അധ്യാപകരും അവളുടെ പഠനത്തെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. എന്നെ ഇവിടെ വിളിച്ചതിലും വളരെ നന്ദി